നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ തേർഡ് പാർട്ടി കണക്ഷനിലുള്ള നിങ്ങളുടെ പേഴ്സണ് ഇപ്പോൾ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്, പിന്നെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന് വേണ്ടി അവർ എന്ത് ആക്ഷനാണ് എടുക്കുക, ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജിയാണ്. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യണമെന്നില്ല. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ കാർഡ്, രണ്ടാമത്തെ കാർഡ്, മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തോളൂ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നോക്കുകയെന്ന് വെച്ചാൽ ഇത് നിങ്ങളുടെ ഓവറോൾ എനർജി റിലേഷൻഷിപ്പിൻ്റെ, പിന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കും, പിന്നെ അവർക്ക് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്, പിന്നെ അവർ എന്ത് ആക്ഷനാണ് എടുക്കുക, ഇത്രയും കാര്യങ്ങളാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ കാർഡ് സെലക്ട് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ കാർഡും മൂന്നാമത്തെ കാർഡും മാറ്റി വയ്ക്കാം. എന്നിട്ട് ഒന്നാമത്തെ കാർഡിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഒന്നാമത്തെ കാർഡിന് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഒന്നാമത്തെ കാർഡിന് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജസ് എന്താണെന്ന് നോക്കാം. ഭവാനി നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഭവാനി നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഓക്കെ, നമുക്ക് കാർഡ്സ് എടുത്ത് നോക്കാം. ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജാണ് ഇത്. രണ്ട് കാർഡ്സ് ഇവിടെ വീണിട്ടുണ്ട്. ഇനി കാർഡ്സ് എല്ലാം വരുമോ എന്ന് നമുക്ക് നോക്കാം. ഒന്നും കൂടെ നോക്കാം. വന്നില്ലെങ്കിൽ നമുക്ക് ഈ രണ്ട് കാർഡ്സ് നോക്കാം. ഓക്കെ, അപ്പോൾ രണ്ട് കാർഡ്സ് വീണു എന്ന് പറഞ്ഞല്ലോ. ഒന്നാമത്തെ കാർഡ് ഭോലേനാഥ് എന്ന് വെച്ചാൽ നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ വളരെ പൊളൈറ്റ്, ദയോടും കനിവോടും കൂടെ സംസാരിക്കണം. ചാടിക്കടിക്കുന്നത് പോലെ സംസാരിക്കരുത്, അവരെ കളിയാക്കുന്നത് പോലെ സംസാരിക്കരുത്. ചില സമയത്ത് നമ്മൾ ഉദ്ദേശിക്കില്ല, പക്ഷെ നമ്മൾ നന്നായിട്ട് സംസാരിക്കുന്നതാണെങ്കിലും ചില ടോണുകൾ ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കും. അപ്പോൾ പൊളൈറ്റായിട്ട് സംസാരിക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥത. എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിനകത്ത് ആത്മാർത്ഥത ഉണ്ടാവണം, ശുദ്ധ ഹൃദയത്തോടെ ചെയ്യണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ ചില സമയത്ത് നമ്മൾ മെജോറിറ്റി ആൾക്കാരും എല്ലാവരും മക്കളോട് പെരുമാറുന്നത്, ഭർത്താവിനോട്, ഭാര്യയോട്, ഫ്രണ്ട്സിനോട്, നാട്ടുകാരോടെല്ലാം പെരുമാറുന്നത് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അത് നമുക്ക് നാച്ചുറലായിട്ട് വരുന്ന ഒരു കാര്യമാണ് അല്ലേ. എന്നുവെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നത് മറ്റുള്ളവരെ ബോധിപ്പിക്കാനാണ് എന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. അതല്ലാതെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഓക്കെ ഞാൻ ഈ ചെയ്യുന്നത് ഇന്ന ആളോട് എനിക്ക് ആത്മാർത്ഥതയുള്ളത് കൊണ്ടാണ് എന്ന ഒരു സിറ്റുവേഷൻ വരണം. ഓക്കെ, അപ്പോൾ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി? സ്നേഹമാണ്, ഏസ് ഓഫ് കപ്സ്. ഇതൊരു പുതിയ റിലേഷൻഷിപ്പ് ആണോ, അതോ നിങ്ങൾ ന്യൂലി മാരീഡ് ആയ ആളുകളാണോ? എന്തായാലും ഒരു ലവ് ഓഫർ ഇവിടെ കാണിക്കുന്നുണ്ട്. പുതിയതായിട്ട് തുടങ്ങിയ ഒരു സ്നേഹബന്ധം പോലെയാണ് കാണിക്കുന്നത്. ഇവിടെ സ്നേഹമുണ്ട്, സ്നേഹമില്ലായിരുന്നു. പിന്നെ ഞാൻ ലവിൻ്റെ കാർഡ്, അതേ കാർഡ് കണ്ടു. അപ്പം സ്നേഹം, അതിൻ്റെ കൂടെ വേറൊരു കള്ളത്തരത്തിൻ്റെ ഒരു കാർഡും കൂടെ കണ്ടു, അഭിനയം പോലെ. എന്തായാലും ഒരു ലവ് ഇവിടെ കാണിക്കുന്നുണ്ട്. അത് ആത്മാർത്ഥമാണോ ആത്മാർത്ഥത ഇല്ലാത്തതാണോ എന്ന് നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ ആണത്. ഓക്കെ, 4 of Swords, സ്കോർപ്പിയോ. ഓക്കെ, ഡെത്ത് കാർഡും. അപ്പോൾ ഇവിടെ ഈ 4 of Swords എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ തുടങ്ങിയപ്പോൾ ഭയങ്കര സ്നേഹമായിരുന്നു, പക്ഷെ ഇപ്പോൾ ഒരു ഒരു ഡള്ളായിരിക്കുന്ന പോലെ, സ്നേഹം മരിച്ചു പോയ പോലെ, റിലേഷൻഷിപ്പിൽ നിന്ന് സ്നേഹം ഇറങ്ങിപ്പോയതുപോലെ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് കേട്ടോ.
അപ്പൊ ഇപ്പോ ആക്ഷൻ ഒന്നുമില്ല. പണ്ടത്തെ മിഥുനത്തിലെ ഉർവശി പറയുന്ന പോലെ പണ്ട് നിങ്ങൾ എന്തോരം ലെറ്റർ അയച്ചെന്ന് എന്തൊക്കെ പറയും സംസാരിക്കുമായിരുന്നു, ഇപ്പൊ ഒന്നും ചെയ്യാൻ നിങ്ങൾക്ക് സമയമില്ല എന്നൊരു ഫീലിംഗ് വരുന്നു ഇവിടെ കേട്ടോ. ഒരു സ്നേഹമില്ല, സ്നേഹം ഉണ്ടായിരുന്ന സ്നേഹം മരിച്ചു പോയ പോലത്തെ ഒരു ഫീലിംഗ് ആണ് ഇവിടെ കാണിക്കുന്നത്. സ്കോർപിയോ സോഡിയാക് സൈൻ ആണ്. ഒരു ആത്മാർത്ഥത ഇല്ലായ്മ ഇവിടെയും റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോ ചില സിനിമയിൽ ചിലപ്പോൾ കോമഡി പറയാറുണ്ട്, പണ്ട് നിങ്ങൾ എന്നോട് ഇങ്ങനെയൊക്കെ പറയുമായിരുന്നല്ലോ, ഇപ്പൊ നിങ്ങളൊന്നും പറ. അപ്പൊ ചിലർ പറയില്ലേ, പണ്ട് നമ്മളൊരു സാധനം വിൽക്കാൻ ശ്രമിക്കുമ്പോൾ അപ്പോൾ നമ്മൾ അതിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ടാണ് ഈ സ്നേഹമൊക്കെ കാണിക്കുന്നത്. ഒരു പ്രാവശ്യം കല്യാണം കഴിഞ്ഞാൽ പിന്നെ എന്തിനാ കാണിക്കുന്നത് പറഞ്ഞില്ലേ, സാധനം വിറ്റ് കഴിഞ്ഞാലും പിന്നെ നമ്മൾ അതിന്റെ മാർക്കറ്റിംഗ് കാണിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുന്ന പോലത്തെ ഒരു ഇതാണ് കാണിക്കുന്നത്. എന്തായാലും നമുക്ക് നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അവസ്ഥ എന്താണ്? നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? സോൾമേറ്റ് കണക്ഷൻ ഇപ്പോഴും ലവ് കാണിക്കുന്നുണ്ട് ഇവിടെ. സോൾമേറ്റ് കണക്ഷൻ ആണ് ഇത്. ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു ഹാർമോണിയസ് ആയ റിലേഷൻഷിപ്പ് ആണ് എന്നാണ് കാണിക്കുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ പണ്ടത്തെ പോലെ ആ ഒരു എന്താ പറയുക എന്നുവെച്ചാൽ നമ്മൾ സ്നേഹിച്ച് നടക്കുന്ന സമയത്ത് എപ്പോഴും ഫോൺ ചെയ്യുക, എപ്പോഴും സംസാരിക്കുക, എപ്പോഴും കറങ്ങാൻ പോവുക, അതൊക്കെ ഉണ്ട്. പക്ഷെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് റിലേഷൻഷിപ്പ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ സ്വന്തമായല്ലോ, പിന്നെ എന്തിനാണ് ഞാൻ 24 വേറെ 100 കാര്യങ്ങളുണ്ട്, വീട് നോക്കണം, ചെലവുകൾക്ക് പൈസ കണ്ടെത്തണം. അപ്പൊ ഇതിന്റെയൊക്കെ തിരക്കിലാവുമ്പോൾ മറ്റേ കാര്യങ്ങളൊക്കെ നമ്മൾ സൈഡിലേക്ക് മാറ്റി വെക്കും. അങ്ങനെ ഒരു സിറ്റുവേഷനും കൂടി ഉണ്ട്. നോക്കാം നമുക്ക്. നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇപ്പോഴും സോൾമേറ്റ് കണക്ഷൻ തന്നെയാണ് കേട്ടോ. നിങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹമൊക്കെ ഉണ്ട്. അപ്പോ പക്ഷേ ഇപ്പോ ഒരു കമ്മിറ്റ്മെന്റിലായപ്പോഴാണ് ആ ലൈഫിന്റെ സീരിയസ്നെസ്, റിലേഷൻഷിപ്പിന്റെ സീരിയസ്നെസ് മനസ്സിലായിട്ടുള്ളത്. കാരണം ഇവിടെ സ്നേഹിച്ച് നടന്നാൽ പോരാ. വീട്ടുകാരുടെ നിന്ന് പൈസ മേടിച്ചിട്ട് ഗേൾഫ്രണ്ടിന് സാധനങ്ങൾ മേടിച്ചു കൊടുക്കുന്നതും ബോയ് ഫ്രണ്ടിന് സാധനങ്ങൾ മേടിച്ചു കൊടുക്കുന്നതും പോലെയല്ല കമ്മിറ്റ്മെന്റിലേക്ക് വന്ന് ഓക്കെ നമുക്ക് വിവാഹം കഴിക്കാം എന്നൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഇതൊന്നും അല്ല സിറ്റുവേഷൻ. അപ്പൊ അതുപോലത്തെ ഒരു സിറ്റുവേഷൻ ആകാം നിങ്ങളുടെ. ഇതൊരു തേർഡ് പാർട്ടി കണക്ഷൻ ഉള്ള ഒരു റിലേഷൻഷിപ്പും കൂടിയാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനും ഉണ്ട് ഇവിടെ. അത് കൂടാതെ ഇവിടെ ഒരു സോൾമേറ്റ് കണക്ഷൻ വന്ന് കയറിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ലവ് ഓഫർ വന്നു. ചിലപ്പോൾ ഈ പേഴ്സൺ ഒരു ആദ്യം നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് തുടങ്ങിയപ്പോൾ കമ്മിറ്റ്മെന്റ് വേണം, വിവാഹം വേണം എന്നൊക്കെ തീരുമാനിച്ചതാണെങ്കിലും അതിനിടയിൽ കൂടെ വേറൊരാൾ വന്ന് കയറിയിട്ടുണ്ട്, ഒരു സോൾമേറ്റ് കണക്ഷൻ പോലെ. അപ്പോൾ അങ്ങനത്തെ ഒരാൾ വന്ന് കയറിയത് കൊണ്ട് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഇപ്പോൾ സ്റ്റാഗ്നന്റ് ആണ്, ഒരു ആക്ഷനും നടക്കുന്നില്ല, സന്തോഷമില്ല, സ്നേഹപ്രകടനങ്ങളില്ല, ഒരു കൺട്രോൾ പോലെ. മനസ്സിലായോ? പണ്ടത്തെ പോലെ ഒരു ഒബ്സെഷൻ ഇല്ല, എപ്പോഴും നിങ്ങളോട് സംസാരിക്കുന്നില്ല, മിക്കവാറും ഫോൺ എടുക്കുമ്പോൾ ബിസി ആയിരിക്കും. അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ ഇപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഈ പേഴ്സൺ ഇപ്പോ എക്സ്ക്യൂസ് പറയുന്നത് ഞാൻ പറഞ്ഞ കാര്യങ്ങളാണെന്ന് വെച്ചാൽ വിവാഹത്തിലേക്ക് അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റിലേക്ക് പോകുമ്പോൾ നമുക്ക് പൈസയുടെ അത്യാവശ്യമുണ്ട്, അപ്പൊ അതിനെല്ലാം വേണ്ടി ഓടി നടക്കുകയാണെന്ന് ഈ പേഴ്സൺ പറയുമ്പോഴും ഇവിടെ ഒരു തേർഡ് പാർട്ടി ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഈ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണുമായിട്ട് എന്താ പറയാ ആത്മബന്ധമുള്ള ഒരാളായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ ഈ റിലേഷൻഷിപ്പില്, ഈ തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പില് അതുപോലെ പൊതുവെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഇപ്പൊ ഹാപ്പിനെസ് ഇല്ല. ഈ തേർഡ് പാർട്ടി വന്ന് കയറി നിങ്ങളും ഉണ്ട്. അപ്പൊ ഒരു തീരുമാനം എടുക്കാനുള്ള ബുദ്ധിമുട്ടാണോ എന്താണോ എന്ന് അറിയില്ല. എന്തായാലും പേഴ്സണൽ ലൈഫ് മൊത്തം ഒരു ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ട്, ഒബ്സെഷൻ ഉണ്ട്, പിന്നെ സ്നേഹം പ്രകടിപ്പിക്കാൻ സമയമില്ല, ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സമയമില്ല, ഒരു സൈഡിലേക്ക് ശ്രദ്ധ തിരിക്കാനുള്ള സമയം പോലും നിങ്ങളുടെ പേഴ്സൺ കിട്ടുന്നില്ല. അപ്പൊ ഇവിടെ ഗ്രോത്ത് രണ്ട് സൈഡ്, തേർഡ് പാർട്ടിയുടെ കണക്ഷനിലുള്ള നിങ്ങളുമായിട്ടുള്ള കണക്ഷനിലും ഗ്രോത്ത് ഇല്ല, ഹാപ്പിനെസ് ഒട്ടുമില്ല ഈ പേഴ്സണൽ ലൈഫിൽ. കാരണം പെട്ട പോലെയായി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊരു ടെൻഷൻ ഈ പേഴ്സന്റെ മനസ്സിലുണ്ട്. ഇവിടെ ലിയോ, കാപ്രിക്കോൺ, ടോറസ്, ലിയോ, ജെമിനായ്, സ്കോർപിയോ, ഇത്രയും സോഡിയാക് സൈൻ ആണ് കാണിക്കുന്നത്.
അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ഇപ്പൊ ഈ പേഴ്സണുള്ള ഫീലിങ്സ് എന്താണ്? ഈ തേർഡ് പാർട്ടി പേഴ്സൺ ഒരു സോൾമേറ്റ് കണക്ഷൻ പോലെ കാണിക്കുന്നുണ്ട്. ഇവർ തമ്മിൽ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ് എന്നാണ് പറയുന്നത്. പക്ഷെ ഇവരുടെ റിലേഷൻഷിപ്പിൽ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിന്റെ ഒരു ചാൻസ് കുറവാണ്. മനസ്സിലായോ? ഇവർ തമ്മിൽ ചിലപ്പോൾ ഒരു സഹാനുഭൂതിയോടുകൂടി ചേർന്നവര്, നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയോടൊരു സഹാനുഭൂതി ഉണ്ട്. അപ്പൊ അവർക്ക് ചില ചെറിയ ചെറിയ സഹായങ്ങൾ കൊടുക്കുന്നത് കൂടാതെ അവരോടൊരു ചായ്വ്, മനസ്സിലായോ? അതും കൂടെ ആവാം. പക്ഷെ നിങ്ങൾ അറിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ അതിന് സമ്മതിക്കില്ല. അപ്പൊ ബഹളങ്ങൾ ഉണ്ടാവും. അപ്പോൾ പേഴ്സണ് വാശിയാവും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ പോലെയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ സന്തോഷം കുറഞ്ഞു പോയ ഒരു സിറ്റുവേഷൻ, സന്തോഷമേ ഇല്ല, ഒരു സമാധാനമില്ല, സ്നേഹമില്ല ആരോടും. എനിക്കിതൊന്നും ചിന്തിക്കാൻ സമയമില്ല എന്നും കൂടെ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് ഈ പേഴ്സണ് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? നിങ്ങളോട് ഭയങ്കര പാഷനറ്റ് ആണ് പേഴ്സൺ. റിലേഷൻഷിപ്പ് വർക്ക്ഔട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അത്ര ആക്റ്റീവായിട്ട് വേണ്ട, തേർഡ് പാർട്ടിയിൽ നിന്ന് അകന്ന് പോകണം എന്ന് വിചാരിക്കും. അപ്പോൾ ഈ തേർഡ് പാർട്ടി കണക്ഷൻ ചിലപ്പോൾ നിങ്ങളുമായിട്ട് ലവ് അഫെയർ തുടങ്ങുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള വിവാഹം ഉറപ്പിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് തുടങ്ങുന്നതിന് മുമ്പ്, നിങ്ങളെ പരിചയപ്പെടുന്നതിന് മുമ്പുള്ള സിറ്റുവേഷൻ ആയിരിക്കാം ഈ തേർഡ് പാർട്ടി. അപ്പൊ തേർഡ് പാർട്ടിയോട് ഈ പേഴ്സണ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടായിട്ടുണ്ടാവും, സഹകരണ മനോഭാവം, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. ചിലപ്പോൾ ഇവർ തമ്മിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടാവണം എന്നില്ല. എന്നാലും നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. വളരെ നന്നായിട്ട് വീട് നോക്കാനും എല്ലാ കാര്യത്തിലും വളരെയധികം ക്ഷമയും എല്ലാം ഉള്ള ഒരു എനർജി ആയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബ്രേക്ക് ആക്കണമെന്നില്ല പേഴ്സൺ. നിങ്ങളോട് ഭയങ്കര പാഷനറ്റ് ആണ്, വളരെയധികം സ്നേഹമുണ്ട്. അതിനിടയ്ക്ക് ഈ തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷൻ ഉള്ളത് കൊണ്ടാണ് ഈ പേഴ്സൺ എന്ത് ചെയ്യണമെന്നൊന്നൊരു തീരുമാനം എടുത്തിട്ടില്ല. അതുകൊണ്ടുള്ള ടെൻഷനാണ് ഈ പേഴ്സണ്. അപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ വർക്ക് ചെയ്യണം, ഇതെങ്ങനെയെങ്കിലും ഇത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. നിങ്ങളാണെങ്കിൽ പിന്നെ വേറൊരു കാര്യം കൂടി ഇവിടെ കാണിക്കുന്നത് വെച്ചാൽ, നിങ്ങൾ പണം എങ്ങനെ ഉണ്ടാക്കണം, സമ്പാദിക്കണം, പണം എങ്ങനെ ചെലവാക്കണം എന്നൊക്കെ അറിയാവുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ ഈ പേഴ്സണ് പണം കൊടുത്ത് സഹായിക്കുന്ന ഒരു എനർജിയാണ്. അപ്പൊ ഈ പേഴ്സണ് പണം അധികം ഡീൽ ചെയ്യാൻ അറിഞ്ഞുകൂടാ, വളരെ സമ്പാദ്യം കുറഞ്ഞുള്ള ആളാണ്. നിങ്ങൾക്കാണെങ്കിൽ നല്ലവണ്ണം സമ്പാദ്യമുള്ള ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു എന്താ പറയുക, ഒരു സ്വഭാവം കൂടി ഈ പേഴ്സണ് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നുന്നുണ്ട്. കാരണം നമ്മളെ കൊണ്ട് കഴിയാത്ത കാര്യം മറ്റേ ചെയ്യുമ്പോൾ നമുക്കൊരു അട്രാക്ഷൻ ഇല്ലേ. പിന്നെ അതുപോലെ ജീവിതത്തിന്റെ ഭദ്രത, കുടുംബ ഭദ്രതയ്ക്ക് പണം അത്യാവശ്യമാണ്. അപ്പൊ ഒരാള് പൈസ ഒട്ടും സമ്പാദിക്കാൻ അറിയാത്ത ആളാണെങ്കിൽ അയാൾ മെജോറിറ്റി സമയത്തും ഒരു സമ്പാദിക്കാൻ കഴിവുള്ള ഒരാളെ ആയിരിക്കും നോക്കുന്നത്. മനസ്സിലായി? അപ്പൊ ജീവിതത്തിന്റെ ഭദ്രത, കുടുംബത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ വളരെ പ്രാക്ടിക്കലായ ഒരാളാണ്. അപ്പൊ തേർഡ് പാർട്ടിയെ ചിലപ്പോൾ ഈ പേഴ്സണ് തേർഡ് പാർട്ടിയോട് സ്നേഹം ഉണ്ടായിരുന്നു, വിവാഹം കഴിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നെങ്കിലും, അല്ലെങ്കിൽ അവരുമായിട്ടൊരു റിലേഷൻഷിപ്പ് വെക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിൽ, ഇപ്പൊ നിങ്ങൾ വന്ന് കയറിയപ്പോൾ നിങ്ങള് കുറെ നല്ല സ്വഭാവങ്ങൾ നിങ്ങളിലുണ്ട്. അപ്പോ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ രണ്ടാമതൊരു ചിന്തിക്കുന്നുണ്ട്, തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് വെക്കണോ അതോ അത് കളഞ്ഞിട്ടും അതിൽ നിന്ന് ഇറങ്ങി പോരണോ എന്നൊക്കെ വിചാരിക്കുന്നു. എന്തായാലും നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് സ്ട്രോങ് ആകണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ സ്കോർപിയോ ഉണ്ട്. ഓക്കെ, അത് നല്ല കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ പേഴ്സണ് അടുത്ത ആക്ഷൻ, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള അടുത്ത ആക്ഷൻ എന്താണ് ഈ പേഴ്സൺ എടുക്കാൻ പോകുന്നത് നോക്കാം. ഈ പേഴ്സന്റെ അടുത്ത ആക്ഷൻ എന്തായിരിക്കും? നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടി ഈ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഡിസ്കണക്ട് ചെയ്യും. അത് നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമല്ലെന്ന് ഈ പേഴ്സൺ അറിയാം, ഈ തേർഡ് പാർട്ടി കണക്ഷൻ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട് ഈ തേർഡ് പാർട്ടി കണക്ഷൻ അല്ലേ? അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഈ റീഡിങ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ തേർഡ് പാർട്ടി കണക്ഷൻ ഉള്ളത് കൊണ്ട് ഈ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് ഈ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടാവണം. പക്ഷേ തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഒരു ലോങ് ടേം കണക്ഷൻ ഈ പേഴ്സണ് വേണ്ട എന്ന് തന്നെയാണ് ഈ പേഴ്സൺ വിചാരിക്കുന്നത് കേട്ടോ. അതിൽ വലിയ ഫ്യൂച്ചർ ഒന്നും ഈ പേഴ്സൺ കാണുന്നില്ല. മേ ബി കൂടുതലും നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം ഈ തേർഡ് പാർട്ടിക്ക് കൂടുതലും ഹെൽപ്പ് കൊടുക്കുന്നത്. തേർഡ് പാർട്ടിക്ക് അടുത്തുനിന്ന് നിങ്ങളുടെ പേഴ്സൺ അധികം ഹെൽപ്പ് ഒന്നും കിട്ടുന്നില്ല.
അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി കണക്ഷനിൽ വലിയ ഫ്യൂച്ചർ ഒന്നും നേരത്തെ കണ്ടിരുന്നില്ല, അതുകൊണ്ടാണല്ലോ നിങ്ങൾ അന്വേഷിച്ച് വന്നത്. അപ്പൊ എന്തായാലും ഒരു റിലേഷൻഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഈ തേർഡ് പാർട്ടി കണക്ഷൻ ഡിസ്കണക്ട് ചെയ്യണമെന്ന് പേഴ്സൺ വിചാരിച്ചിട്ടുണ്ട്. ഇതൊരു സോൾമേറ്റ് കണക്ഷൻ പോലെയാണ്, ഇവര് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്നാലും നിങ്ങളെ കണ്ടപ്പോൾ ആ സോൾമേറ്റ് കണക്ഷൻ പോലും വേണ്ടാന്ന് വെക്കാനുള്ള ഒരു മനസ്സ് നിങ്ങളുടെ പേഴ്സണ് വരുന്നുണ്ട്. അതാണ് ഇവിടുത്തെ ഒരു കാര്യം. മനസ്സിലായോ? ഭയങ്കര ഒരു അണ്ടർസ്റ്റാൻഡിങ്. സോൾമേറ്റ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ അണ്ടർസ്റ്റാൻഡിങ് ഉള്ള, അധികം വഴക്കൊന്നും ഇല്ലാത്ത, സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ്. അപ്പുറത്തെ സൈഡിൽ നിന്ന് നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാത്തിനും അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലുള്ള തേർഡ് പാർട്ടി. അപ്പൊ നിങ്ങളുടെ പേഴ്സണ് ടെൻഷൻ ഇല്ല. മനസ്സിലായോ? അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങളെ കണ്ടത്. പക്ഷെ അതിനകത്ത് ഒരു എക്സൈറ്റ്മെന്റ് ഇല്ല ആ റിലേഷൻഷിപ്പിൽ. അപ്പോഴാണ് നിങ്ങളെ കണ്ടത്. നിങ്ങൾ വളരെ കേപ്പബിൾ ആയ ഒരു സെൽഫ് സഫീഷ്യൻ്റ് ആയ എനർജിയാണ്. നിങ്ങൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തം കാര്യങ്ങൾ നോക്കാൻ പ്രാപ്തിയുള്ള ഒരു എനർജിയാണ്. പക്ഷെ അതിന്റെ അഹങ്കാരം നിങ്ങൾക്കില്ല. ചിലർക്ക് സ്വന്തം കാര്യം നോക്കാന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഉണ്ട്, പിന്നെന്തിനാണ് എനിക്ക് ജീവിതത്തിൽ ആളുടെ ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ല ഇവിടെ. മനസ്സിലായോ? നിങ്ങൾ അങ്ങനത്തെ ഒരു സ്വഭാവമല്ല. നിങ്ങൾക്ക് എല്ലാവരോടും സഹകരിച്ച് പോകണമെന്നുണ്ട്. അതേസമയം നിങ്ങൾ വളരെ കേപ്പബിൾ ആയ ഒരു എനർജിയാണ്. വീടും നിങ്ങൾക്ക് ജോലി ഉണ്ടെങ്കിൽ ജോലിയും, ഇനി ഫ്യൂച്ചറിൽ കുട്ടികൾ ഉണ്ടാകുമ്പോൾ അതും എല്ലാം വളരെ നന്നായിട്ട് നോക്കി നടത്താൻ കഴിയുന്ന ഒരു എനർജിയാണ് നിങ്ങൾ എന്നൊരു കോൺഫിഡൻസ് നിങ്ങളുടെ പേഴ്സൺ ഉണ്ടെന്നാണ് പറയുന്നത് നിങ്ങളിൽ. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ടുള്ള കണക്ഷൻ വേണ്ടാന്ന് വെക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഈ പൂച്ച എപ്പോഴും വന്ന് ഒച്ച ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് കുഴപ്പമില്ല, അവിടെ നടന്നോട്ടെ. നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് അവിടെ, അതും കൂടെ നോക്കാം നമുക്ക്. ഇവിടെ ഇത് നിങ്ങളുമായിട്ടുള്ളൊരു 10 ഓഫ് പെന്റക്കിൾസ്. നിങ്ങളെ തന്നെ വിവാഹം കഴിക്കണം, നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവണം, തേർഡ് പാർട്ടിയിൽ നിന്ന് അകന്നു പോകണം. തേർഡ് പാർട്ടിയിൽ നിന്ന് അകന്നുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവും, എന്നാലും അത് ഞാൻ ഫേസ് ചെയ്തോളാം എന്നാണ് നിങ്ങളുടെ പേഴ്സൺ തീരുമാനിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ അവിടെ ഇല്ല. അപ്പോൾ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ആൾക്കാരെല്ലാം നിങ്ങളോട് പല കാര്യങ്ങൾ പറയാൻ ചാൻസ് ഉണ്ട്, നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കേ വേണ്ട കേട്ടോ. മീൻസ് ഫ്രണ്ട്സ് ഒക്കെ അങ്ങനെയുള്ള സ്വഭാവം, കാരണം അവർക്ക് നമ്മളുടെ പേഴ്സണെ കുറിച്ച് നമുക്ക് അറിയുന്നത് പോലെ നമ്മളുടെ ഫ്രണ്ട്സിന് അറിയില്ല. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് അവർക്ക് അറിയാൻ പറ്റുക. അപ്പൊ അതുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾക്ക് വലിയ വിലയൊന്നും കൊടുക്കണ്ട എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇതൊരു എന്താ പറയാ, പക്ഷെ ഇവിടെ വേറൊരു പ്രശ്നം കാണിക്കുന്നത്, ഇവിടെ നിങ്ങളുടെ പേഴ്സണൽ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് നിങ്ങൾ തീരുമാനിക്കുക. മനസ്സിലായി? അതാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങൾക്ക് ഈ സിറ്റുവേഷനോട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുമോ? മനസ്സിലായി? ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ്, ഈ റിലേഷൻഷിപ്പിൽ ഒരു ലോങ് ടേം പ്ലാൻ വേണ്ട എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെയെല്ലാം നിങ്ങളോട് പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്ന ഇവിടെ ഒരു ലോങ് ടേം പ്ലാൻ വേണ്ട. കാരണം എന്താന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് ഈ പേഴ്സണെ വിശ്വസിക്കാൻ പറ്റില്ല എന്നാണ്. കാരണം ഒരാളെ സ്നേഹിച്ച് അയാളുമായിട്ട് റിലേഷൻഷിപ്പ് വെച്ചോണ്ടിരുന്നിട്ട് നിങ്ങളെ കണ്ടപ്പോൾ ആ പേഴ്സണെ ഉപേക്ഷിച്ച് വളരെ കൂളായിട്ട് നിങ്ങളുടെ കൂടെ ഒരു ജീവിതം തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണെ നിങ്ങൾ എത്രത്തോളം വിശ്വസിക്കണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. കാരണം ഇവിടെ നിങ്ങൾ അങ്ങനെ ലോങ് ടേം പ്ലാൻ ഒന്നും തൽക്കാലം എടുക്കണ്ട. ഈ സമയത്ത് നിങ്ങൾ ലോങ് ടേം പ്ലാൻ ഒന്നും എടുക്കണ്ട. ഇതെങ്ങനെ പോകുന്നു എന്ന് നോക്കുക എന്നാണ് പറഞ്ഞത്. കാരണം ഈ പേഴ്സൺ നിങ്ങളോട് ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് കഴിയുമ്പം വേറൊരാൾ, നിങ്ങളെക്കാളും ബെറ്റർ ആയ ഒരാൾ ഈ റിലേഷൻഷിപ്പിലേക്ക് വന്നാൽ ചിലപ്പോൾ അവരുടെ കൂടെ പോയാൽ നിങ്ങളുടെ കാര്യം എന്താവും. അപ്പൊ അതാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളോട്. നിങ്ങൾ അങ്ങനെ ഇതിനകത്ത് ചാടിക്കേറി ഡിസിഷൻ ഒന്നും എടുക്കണ്ട, കുറച്ച് സമയം കൊടുക്കുക. കാരണം ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് പേഴ്സൺ നിങ്ങൾക്ക് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമെന്ന് അറിയില്ല. മനസ്സിലായി? നാളെ ഒരിക്കൽ ഈ പേഴ്സൺ, കാരണം നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു പേടിയുണ്ട്, നിങ്ങൾ അത് പുറത്ത് പറയുന്നില്ലെന്ന് മാത്രം. കാരണം ഇവിടെ ഒരു മൂൺ കാർഡ് വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊരു വളരെ ഒരു നാഗിങ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു സംശയമായിട്ട് ഇതിവിടെ കിടക്കുന്നുണ്ട്. ഇന്നലെ ഇങ്ങനെ ഇവരോട് ചെയ്യുമ്പോൾ നാളെ എന്നോട് ഇത് ചെയ്ത് കൂടെ എന്നൊരു സംശയം നിങ്ങളുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ ഒരു ഡിസിഷൻ എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിവിടെ നിങ്ങൾ ആലോചിച്ച് തീരുമാനിച്ചാലും മതി എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. എടുത്തു ചാടി ഡിസിഷൻ ഒന്നും എടുക്കണ്ട, ഇനിയും സമയമുണ്ട്.
അപ്പം മിക്കവാറും ഈ സമയത്തിനുള്ളിൽ ഈ പേഴ്സന്റെ കാര്യങ്ങളിൽ വേറെ ചില സിറ്റുവേഷൻസ് വന്ന് കയറാനിടയുണ്ട്. അപ്പൊ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാനാണ് യൂണിവേഴ്സ് പറഞ്ഞത്. ഇപ്പൊ ഡിസിഷൻ ഒന്നും നിങ്ങൾ എടുക്കണ്ട ജീവിതത്തിനെ കുറിച്ച്, അല്ലെങ്കിൽ ഈ പേഴ്സണുമായിട്ട് ജീവിക്കാൻ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക്, കമ്മിറ്റ്മെന്റിലേക്ക് പോകാനുള്ള ഒരു ഡിസിഷൻ നിങ്ങൾ തൽക്കാലം എടുക്കണ്ട എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് കേട്ടോ. അപ്പൊ എന്തെങ്കിലും കാര്യം വേറെ ഇടയ്ക്ക് വന്ന് കയറാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ അത് നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാനായിട്ട് കൂടുതൽ സഹായകരമാകുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ക്യാൻസർ, അക്വാരിയസ് ആണ് സോഡിയക് സൈൻ ഉള്ളത്. ഇതൊരു നല്ല റീഡിംഗ് ആയിരുന്നല്ലോ. ഈ പേഴ്സന്റെ ചിന്തകൾ കുഴപ്പമില്ല, പക്ഷെ ഈ പേഴ്സന്റെ പേഴ്സണൽ ഗോൾ ആണെന്നാണ് പറഞ്ഞത്. വെച്ചാല് ഈ പേഴ്സന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളെ ഈ പേഴ്സൺ ചൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ റിലേഷൻഷിപ്പിന് ഒരു ഡൾനെസ് വന്നതെന്നാണ് യൂണിവേഴ്സ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ, സ്വന്തം കാര്യത്തിന് വേണ്ടി, സ്വാർത്ഥതയ്ക്ക് വേണ്ടി മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ മടിയില്ലാത്തൊരു എനർജിയാണ് ഈ പേഴ്സൺ. അതുകൊണ്ടാണ് നിങ്ങളോട് യൂണിവേഴ്സ് പറഞ്ഞത് കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് തീരുമാനിച്ചാൽ മതി. കാരണം ഇപ്പോഴേ നിങ്ങൾക്ക് ഈ പേഴ്സണെ വിശ്വാസമില്ല. അപ്പോൾ ഇത് മുമ്പോട്ട് പോകുമ്പോൾ എന്താവുമെന്ന് അറിയില്ല. അപ്പോൾ കുറച്ചും കൂടെ കാത്തിരിക്കാനാണ് പറയുന്നത്. രണ്ടാമത്തെ റീഡിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. രണ്ടാമത്തെ കാർഡിന്റെ ഓറക്കൽ മെസ്സേജ് നമുക്ക് നോക്കാം. ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഓവറോൾ എനർജിയാണ്. ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ഭവാനി. അപ്പോൾ രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജസ് ആണ്. രണ്ട് കാർഡ്സ് ആണ് വേണ്ടിയിട്ടുള്ളത്. ഒന്നാമത്തെ കാർഡ് പറയുന്നത് നിങ്ങൾ രണ്ടാമതൊരു തുടക്കമാകാം എന്ന്, രണ്ടാമതൊരു ട്രയലും കൂടെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. കാരണം ആദ്യം നിങ്ങൾ ചെയ്ത എന്തോ ഒരു കാര്യം ചെയ്തതിൽ അതിനകത്ത് കുറേ തടസ്സങ്ങൾ വന്നു. അപ്പോൾ അത് നിങ്ങൾ വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് ആ തടസ്സങ്ങളെല്ലാം മാറിയിട്ടുണ്ട്, രണ്ടാമതൊന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കാം എന്നാണ്. ഇത് റിലേഷൻഷിപ്പിനെ കുറിച്ചാകാം, ഇതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തെങ്കിലും തുടങ്ങിയ തടസ്സത്തിൽ അവസാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചാവാം. രണ്ടാമത്തെ കാര്യം പറയുന്നത് ഒരു കാര്യം നമ്മൾ തുടങ്ങിക്കഴിഞ്ഞ് അപ്പോൾ അതിന് കുറേ തടസ്സങ്ങളുണ്ടാവും, ഇനി വേണ്ട എന്ന് പറഞ്ഞ് നിങ്ങൾ അവിടെ നിർത്തി, അത് രണ്ടാമത് തുടങ്ങിക്കോളൂ എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം ദൈവം പറയുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള ചിന്ത വേണം നിങ്ങളുടെ മനസ്സിൽ. മനസ്സിലായോ? അപ്പോൾ ഒരു പ്രശ്നത്തിനെ നിങ്ങൾ പ്രശ്നത്തിൽ ചെന്ന് എത്തുമ്പോൾ ആ പ്രശ്നത്തോടുകൂടി നിങ്ങൾ ആ കാര്യം അവിടെ ഇട്ടിട്ട് പോവണ്ട എന്നാണ് പറയുന്നത്. ആ പ്രശ്നത്തിന് എന്താണ് സൊല്യൂഷൻ അത് നിങ്ങൾ കണ്ടുപിടിക്കുക. പ്രശ്നത്തിൽ കിടന്ന് ഉഴറാതെ ആ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ എന്താണ് എന്ന് നിങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കണമെന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ അതിനൊരു പോസിറ്റീവ്, നമ്മളൊരു പോസിറ്റീവ് ഔട്ട്ലുക്ക്. ഇപ്പം ചിലപ്പോൾ നമുക്ക് പ്രശ്നം 2 പ്രാവശ്യം ചെയ്യുമ്പോൾ പ്രശ്നങ്ങളുണ്ടാവും. നമ്മൾ ഒന്നും നന്നാവാൻ പോകുന്നില്ല, എൻ്റെ ജീവിതം എപ്പോഴും ഇങ്ങനെയാണ് എന്നും പറഞ്ഞിട്ട് നമ്മൾ വെറുതെ ഒരു സ്ഥലത്ത് ചടഞ്ഞുകൂടി ഇരിക്കും. അത് പാടില്ല എന്നാണ്. 2 പ്രാവശ്യം കുഴപ്പമില്ല, നമുക്കിനി ജയിക്കണ വരെ ഞാൻ ട്രൈ ചെയ്യും എന്നൊരു ചിന്ത മനസ്സിൽ വരിക. അപ്പോൾ ശരിക്കും നിങ്ങൾ ജയിക്കും. ഇന്നല്ലെങ്കിൽ നാളെ ജയം നിങ്ങൾക്ക് കിട്ടും. പക്ഷേ അതിന് കുറേ തടസ്സങ്ങൾ ഉണ്ടാവും. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ മുടക്കത്തിൽ വെച്ചത് അല്ലെങ്കിൽ വേണ്ടാന്ന് വെച്ചത് അത് രണ്ടാമത് ട്രൈ ചെയ്തോളൂ എന്നാണ്. ഒരു പോസിറ്റീവ് മൈൻഡോട് കൂടി തുടങ്ങണമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണ് നിങ്ങൾക്കുള്ള ഓവറോൾ എനർജി. 10 ഓഫ് സ്വേർഡ്സ് റിവേഴ്സ് ആണ് ഈ റിലേഷൻഷിപ്പ്. അപ്പം നിങ്ങൾ വേണ്ടാന്ന് വെച്ച റിലേഷൻഷിപ്പാണിത്. ഇത് വളരെയധികം ചതി, വഞ്ചന, ഭയങ്കരമായ നിങ്ങളെ പറ്റിക്കുകയൊക്കെ ചെയ്ത ഒരു റിലേഷൻഷിപ്പാണ്. നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെച്ചു. അപ്പോൾ വേണ്ടാന്ന് വെച്ചെങ്കിലും നിങ്ങളത് മനസ്സിൽ നിന്ന് വിട്ടിട്ടില്ല. അതിൻ്റെ ആയിരിക്കും ഈ കാർഡ്സ് കണ്ടത്. അത് മനസ്സിൽ നിന്ന് വിട്ടിട്ടില്ല. നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് ആ റിലേഷൻഷിപ്പ് വേണ്ടാന്ന് നിങ്ങൾ വച്ചു.
അപ്പൊ യൂണിവേഴ്സ് ഈ ഇവിടെ കാണിക്കുന്നത് വെച്ചാൽ നിങ്ങൾ മനസ്സിൽ സോറി ശരിക്കും ഇത് പിരിഞ്ഞെങ്കിലും ഇത് വേണ്ടാന്ന് വെച്ചെങ്കിലും ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് മനോവേദന ഉണ്ടായെങ്കിലും യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് ഒരാളുടെ സ്വഭാവം കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായി, ഇത് എങ്ങനെയാണെന്ന് മനസ്സിലായി. അപ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇനി ഈ റിലേഷൻഷിപ്പ് ഇതിലും വഷളാകാനില്ല, അത്രയും മാക്സിമം വഷളായി. ചിലപ്പോൾ നാണക്കേടായി, ചിലപ്പോൾ നിങ്ങൾ തേർഡ് പാർട്ടിയുടെ കൂടെ നിങ്ങളുടെ പേഴ്സണെ കയ്യോടെ പിടിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ വീട്ടുകാരറിഞ്ഞിട്ട് പ്രശ്നമായതായിരിക്കാം, എന്തോ. അപ്പൊ ഇവിടെ ശരിയാവണം എന്നില്ല, പക്ഷെ നിങ്ങൾ അനുഭവിക്കാനുള്ള വേദനയെല്ലാം നിങ്ങൾ അനുഭവിച്ചു എന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ചെയ്യാത്തൊരു കാര്യമായിരിക്കാം, ചെയ്തു എന്ന ബോധത്തിൽ ചിന്തയിൽ നിങ്ങൾ ആ പ്രശ്നങ്ങളെല്ലാം അനുഭവിച്ച് കഴിഞ്ഞു എന്നാണ്. അപ്പം ഇതിനപ്പുറത്തേക്ക് ഇനി അതങ്ങനെ ശരിക്കും ഈ പേഴ്സണിൻ്റെ സ്വഭാവം അങ്ങനെയാണെങ്കിൽ തന്നെ ഇതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഇനി പോകാനില്ല. ഇത് മാക്സിമം വഷളാണ്. അപ്പം ഇനി അത് തിരിച്ചു വരാനാണ് ചാൻസ്. അപ്പം ഈ പേഴ്സൺ ഇങ്ങനെ ഒന്നും തേർഡ് പാർട്ടി കണക്ഷനിൽ ഇങ്ങനത്തെ ഒരു ബന്ധമില്ലെങ്കിൽ, തേർഡ് പാർട്ടിയായിട്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു ബന്ധമല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് റിക്കവർ ചെയ്യാൻ പറ്റും എന്നൊരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. നോക്കട്ടെ. എന്തായാലും നിങ്ങൾ വളരെ വേദനാജനകമായ ഒരു റിലേഷൻഷിപ്പിന്റെ അവസാനത്തിൽ ആണ് നിൽക്കുന്നത്. ഇപ്പോൾ റിലേഷൻഷിപ്പ് അവസാനിച്ചു, ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു. അപ്പൊ ഇവിടെ മദർ ഓഫ് സ്വേർഡ്സ് കാണിക്കുന്നുണ്ട്, ഫാദർ ഓഫ് സ്വേർഡ്സും കാണും, അച്ഛനും അമ്മയും. ഓക്കെ, അപ്പോൾ അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും ഒരു ഡിവോഴ്സിലാണ് പോയത്, അറിയില്ല. ഇവിടെ എന്തായാലും വളരെ സ്ട്രോങ് ആയ രണ്ടുപേരാണ്. വളരെ സ്ട്രോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കിന് കടുകിട വ്യത്യാസം വരുത്താത്ത, വളരെ ലോജിക്കലും പ്രാക്ടിക്കലുമായ, വളരെ ഡയറക്റ്റ് ആയിട്ട് ഡീൽ ചെയ്യുന്ന, പ്രശ്നങ്ങൾ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയാണെങ്കിൽ അതിനെ തോണ്ടിയെടുത്ത് ആ പ്രശ്നങ്ങളെ കണ്ട് അതിനെ കീറി മുറിച്ച് അതിനെ അവലോകനം ചെയ്യുന്ന രണ്ടുപേരാണ് നിങ്ങൾ. അപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിനെ കീറി മുറിച്ച് അത് നാശമാക്കുന്ന രണ്ട് ആളുകളാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങളുടെ നാക്കാണ് ഈ റിലേഷൻഷിപ്പിൽ പ്രശ്നം. അങ്ങനെ ഭയങ്കരമായ വഴക്കുണ്ടാക്കി പിരിഞ്ഞ രണ്ടു പേരാണ് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നത്. വളരെയധികം എന്ന് വെച്ചാൽ വാക്കുകളുകൊണ്ട് കുത്തി നോവിച്ച് രണ്ടുപേരും രണ്ട് വഴിക്ക് പോയതാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ. അപ്പൊ അത്ര ഇതായിട്ടുള്ള രണ്ടുപേരാണ് റിലേഷൻഷിപ്പിൽ. അടിപൊളി. ഇത് മൊത്തം അക്വേറിയസ്, ലീബ്ര, ജെമിനി ആണ്, സ്വേർഡ്സ് ആണ്. വാക്കുകളുണ്ട് ചിന്തിച്ച് കൂട്ടുന്ന കുറെ ആളുകളാണ്. ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് വിചാരിച്ച് അതിനെക്കുറിച്ച് ചിന്തിച്ച് 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 കാട് കയറി മറ്റേയാളെ ജീവിക്കാൻ അനുവദിക്കാത്ത എനർജിയാണ് രണ്ടുപേരും. അടിപൊളി. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. ചില സമയത്ത് രണ്ടുപേരും നേരെ നോക്കിയാൽ കീരി പാമ്പ് പോലെ ആണെങ്കിലും രണ്ടുപേർക്കും കൂടെ അല്ലാതെ ജീവിക്കാൻ പറ്റില്ല. വേറെ ആർക്കും നിങ്ങളോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ രണ്ടുപേരുമായിട്ട് അഡ്ജസ്റ്റ്, നിങ്ങൾ വേറെ ആരെങ്കിലും നിങ്ങൾ കമ്പയർ ചെയ്യാൻ തുടങ്ങും. രണ്ടുപേരും എൻ്റെ പുള്ളിയുടെ പോലെ അല്ലല്ലോ, അല്ലെങ്കിൽ അവളുടെ പോലെ അല്ലല്ലോ എന്ന് രണ്ടുപേർക്ക് നേരിട്ട് നോക്കിയാൽ കണ്ടുകൂടാന്നാണ് രണ്ടുപേരും പറയുന്ന പരസ്യമായിട്ട്. പക്ഷെ എന്നാലും വേറെ ആരോടുമായിട്ടും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് നിങ്ങളുടെ ഒരു പ്രത്യേകത. കുറേ ഞാനെല്ലാം തിരിച്ചു. നമുക്ക് നോക്കാം പോസിറ്റീവ് കാർഡ്സ് വരുമോ. അപ്പം നമുക്ക് കാർഡ്സ് എടുത്ത് നോക്കാം. നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഭഗവാനെ. ഓക്കെ, പണത്തിന് ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ സിംഗിൾ എനർജി പോലെയാണ് ഈ പേഴ്സൺ പ്രവർത്തിക്കുന്നത്. ഡിവോഴ്സ് കഴിഞ്ഞല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റഡ് ആയല്ലോ. ഇപ്പൊ ഡിവോഴ്സ് ആയില്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും രണ്ട് വഴിക്കായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പൊ സിംഗിൾ എനർജി പോലെയാണ്, സെൽഫ് സഫിഷ്യന്റ് ആണ്. പക്ഷെ ഈ പേഴ്സണൽ ലൈഫിലുള്ള ഈ തേർഡ് പാർട്ടി ഒരു സിംഗിൾ എനർജിയും കൂടിയാണ്. നിങ്ങളുടെ പേഴ്സണും ഒരു സെപ്പറേറ്റഡ് എനർജി ആയിരിക്കാം ഇപ്പോൾ. കാരണം വളരെയധികം ചതി വഞ്ചന ഉള്ളതുകൊണ്ട് രണ്ടുപേരും തമ്മിൽ സെപ്പറേറ്റഡ് ആയി. പക്ഷേ ഇവർ തമ്മിൽ ഒരു ഈ പേഴ്സണ് ഇമോഷണൽ ഹാപ്പിനെസ് ഒന്നുമില്ല. ഈ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. തേർഡ് പാർട്ടി ഉണ്ട് അവിടെ, പക്ഷെ തേർഡ് പാർട്ടിയുമായിട്ട് അങ്ങനെ ഒരു ഒബ്സസീവ് റിലേഷൻഷിപ്പ് ഒന്നും അല്ല. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഉണ്ടെങ്കിലും ഈ പേഴ്സൺ തേർഡ് പാർട്ടിയെ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല അങ്ങോട്ട്. മനസ്സിലായോ? നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴും നിങ്ങളുടെ അടുത്തേക്ക് വരാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. തിരിച്ചു തേർഡ് പാർട്ടിയോട് ഒബ്സഷൻ ഒന്നുമില്ല. ചിലപ്പോൾ ഒരു മൈൽഡ് അട്രാക്ഷൻ ഉണ്ടായിട്ടുണ്ടാവാം. ചിലപ്പോൾ നിങ്ങൾ ഭയങ്കര പൊസസീവായ ആവാം.
അപ്പോൾ ഈ പേഴ്സൺ ഒരു തേർഡ് പാർട്ടിയോട് സംസാരിക്കുകയോ ഒരു പാർട്ടിയിൽ കണ്ടപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാർട്ടിയിൽ ഒരു പേഴ്സന്റെ ഹസ്ബൻഡിന്റെ ഫോട്ടോ, ഫോണിൽ ഒരു ഫോട്ടോ കണ്ടു ഒരു പെൺകുട്ടിയായിട്ട്. അപ്പോൾ ഇത് കണ്ടതോടുകൂടി ഒരു ബഹളമായി, ഭയങ്കര പ്രശ്നമായി, എല്ലാവരും അറിഞ്ഞു. അവസാനമാണ് അറിഞ്ഞത് അത് ആ പേഴ്സന്റെ സിസ്റ്ററിന്റെ ഫ്രണ്ടാണ്. അപ്പൊ ഇവര് പാർട്ടിയിൽ കണ്ടപ്പോൾ ആ പെൺകുട്ടി ചെറിയ പ്രായമുള്ള കുട്ടിയാണ്, അതിന് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഫോട്ടോ എടുത്തു. മനസ്സിലായി, ഈ പേഴ്സൺ കുറച്ച് സെലിബ്രിറ്റിയാണ്. അപ്പൊ ആ ഒരു ഫോട്ടോ ഈ പേഴ്സന്റെ കയ്യിലേക്ക് ഈ പേഴ്സന്റെ സിസ്റ്റർ അയച്ചു കൊടുത്തതാണ്, ഫോട്ടോ മൊബൈലിലേക്ക്. അതാണ് വൈഫ് കണ്ടത്, അതാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്. അപ്പൊ നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും അതിന്റെ എല്ലാ സൈഡും നോക്കിയിട്ട് വേണം നമ്മൾ പ്രശ്നം, കാരണം ഇത് വളരെ വഷളായ സിറ്റുവേഷനാണ് ഇവിടെ കാണിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അല്ലാതെ വേറെ ആരും, തേർഡ് പാർട്ടി ഒന്നും ഈ പേഴ്സൺ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. പേഴ്സണ് ഒരു ഹാപ്പിനെസ്സും ഇല്ല, വളരെ സാഡായ ലൈഫാണ്. തേർഡ് പാർട്ടി സിംഗിൾ എനർജിയാണ്. തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ പേഴ്സൺ ഒരിക്കലും തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. നിങ്ങളുടെ വിചാരം നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ട് കണക്റ്റഡ് ആണ്, നിങ്ങളില്ലെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ഹാപ്പി ആയിട്ട് ജീവിക്കുമെന്നാണ്. പക്ഷേ അല്ല. ഇവിടെ കാപ്രിക്കോൺ സോഡിയാക് സൈൻ ഉണ്ട്. പേഴ്സണ് വളരെയധികം ഇപ്പൊ ജോലിയൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയാണ്, മനസ്സിലൊരു സന്തോഷമില്ലാത്തത് കൊണ്ട്. അപ്പൊ ഇതെങ്ങനെ സോൾവ് ചെയ്യണമെന്ന് നിങ്ങളുടെ പേഴ്സൺ അറിയില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ് നിങ്ങളുടെ പേഴ്സണ്? വളരെ പ്രൊട്ടക്റ്റീവും കെയറിങ്ങുമാണ് ഈ പേഴ്സൺ. പിന്നെ ഈ പേഴ്സൺ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ചിലരുണ്ടല്ലോ, ചിലര് നമ്മളോട് കൺഫെസ് ചെയ്യും, അയ്യോ ഞാൻ അങ്ങനെ കാല് പിടിക്കും, ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല, ഞാൻ അങ്ങനെയും ചെയ്തില്ല. ചിലർ അങ്ങനെയല്ല, ഞാൻ അങ്ങനെ ചെയ്തു, എന്ത് ചെയ്യുന്നു. ചില ഒരു റിബൽ, പെട്ടെന്ന് ഡിഫെൻസീവ് ആകും ചിലര്. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ അതുപോലെയാണ്. പേഴ്സൺ ക്ലാരിഫിക്കേഷൻ, എക്സ്ക്യൂസ് പറയില്ല, എക്സ്പ്ലനേഷൻ ചെയ്യാൻ ഇഷ്ടമല്ല. എന്നെ മനസ്സിലാക്കുന്ന ആളെ എന്നെ മനസ്സിലാക്കിയാൽ മതി എന്നൊരു ചിന്തയുള്ള ഒരു മനുഷ്യനാണ് നിങ്ങൾ. ഒരു സ്ത്രീയോ പുരുഷനോ ആണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഇതിന് എക്സ്പ്ലെയിൻ ഒന്നും ചെയ്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ശരി ഏതാണ് തെറ്റ് ഏതാണെന്ന് അറിയില്ല. അപ്പൊ നിങ്ങളുടെ വിചാരം ശരിക്കും ഈ പേഴ്സൺ തേർഡ് പാർട്ടി കണക്ഷനിലാണ് എന്നാണ്. നിങ്ങളുടെ പേഴ്സൺ വളരെ പ്രൊട്ടക്റ്റീവും കെയറിങ്ങുമാണ് നിങ്ങളുമായിട്ട്. കുട്ടികൾ ഉള്ള ഒരാളാണ്, ഇത് അച്ഛൻ ആണ് അല്ലെങ്കിൽ അമ്മയാണ്, എന്താണ് കുട്ടികളുള്ള ഒരാളാണ്. തേർഡ് പാർട്ടിയുമായിട്ട് ഒരു കണക്ഷനും ഇല്ല നിങ്ങളുടെ പേഴ്സണ്. മനസ്സിലായി. അപ്പൊ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിൽ ഈ പേഴ്സൺ ഇപ്പൊ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, കാരണം സെപ്പറേറ്റഡ് ആണല്ലോ. എന്നാലും റിലേഷൻഷിപ്പ് പോകാനോ വിട്ടുകളയാൻ ഈ പേഴ്സൺ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല, പക്ഷെ സംസാരിക്കാനും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. കാരണം ഈ പേഴ്സണ് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാനില്ല. എന്നെ മനസ്സിലാക്കുകയാണെങ്കിൽ മനസ്സിലാക്കിക്കോ, ഇല്ലെങ്കിൽ എനിക്ക് ഇതിന്റെ പുറകെ നടക്കാൻ പറ്റില്ല. വളരെ ഈഗോ ഉള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ. സ്കോർപിയോ, ഏരീസ്, ജെമിനായി, ഇത്രയും സോഡിയക് സൈനിൽ കാണിക്കുന്നത്. നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. സംസാരിച്ചാൽ നിങ്ങൾ വളരെ എന്താ പറയുക, ഇല്ലോജിക്കലായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഇമോഷണലായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. മനസ്സിലായോ? അപ്പം ചിന്തിക്കാതെ തലയിൽ വരുന്നത് അല്ലെങ്കിൽ കണ്ണിൽ കാണുന്നത് ഉടനെ പറയുന്ന ഒരു എനർജി ആയിട്ടാണ് നിങ്ങളെ കാണുന്നത്. ചിന്തിക്കാൻ കഴിവില്ലാത്ത, ചിന്തിച്ച് പ്രവർത്തിക്കാൻ കഴിവില്ലാത്ത ഒരു എനർജി ആയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്നാണ് പറയുന്നത്. അതുപോലെ ഒരു തരത്തിലുള്ള ഒരു ഇന്ററാക്ഷനും ഞാൻ റെഡിയല്ല. പക്ഷേ റിലേഷൻഷിപ്പ് ഞാൻ ബ്രേക്ക് ചെയ്യുന്നില്ല, ഡിവോഴ്സിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. കാരണം ഇതിന് ഈ റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ കുട്ടികൾ ഇൻവോൾവ് ആയിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ വളരെ പ്രൊട്ടക്റ്റീവും കെയറിങ്ങുമാണ്. എന്ത് വില കൊടുത്തും ഒരു ഡിവോഴ്സ് ഈ പേഴ്സൺ ഒഴിവാക്കും. അപ്പം നിങ്ങൾ ഡിവോഴ്സ് തന്നെ വേണമെന്ന് പറയുന്നു. നിങ്ങൾ വിചാരിക്കും പേഴ്സൺ വന്ന് കാല് പിടിക്കുമെന്നും. ഇല്ല, ചെയ്യില്ല. അത് അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കേണ്ടത്, വെറുതെ ജീവിതം കോഞ്ഞാട്ടയാവും. അപ്പോൾ എന്താണ് ഈ പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടി എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ? ഇപ്പോഴൊന്നും തൽക്കാലം എടുക്കുന്നില്ല, കാരണം വഴക്കുണ്ടാവുന്നതുകൊണ്ടൊന്നും എടുക്കാത്ത. പക്ഷെ റീകൺസിലിയേഷൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ആക്ഷനും ഈ പേഴ്സൺ എടുക്കില്ല. പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളെ വിട്ടുകളയില്ല, വരും ഒരിക്കൽ. പക്ഷെ ഇപ്പോഴൊന്നും ഈ പേഴ്സൺ വരില്ല. എല്ലാം ഒന്ന് ആറിത്തണുത്ത്, ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊരു പാഠം പഠിച്ചതിന് ശേഷം മാത്രമേ ഈ പേഴ്സൺ വരുള്ളൂ എന്നാണ്. ഇപ്പൊ തൽക്കാലത്തേക്ക് ഒരു ആക്ഷനും എടുക്കാൻ പോകുന്നില്ല. വരും ഒരിക്കൽ, മേ ബി ഒരു 6 വർഷം, മനസ്സിലായോ, ഒക്കെ എടുക്കും ഈ പേഴ്സൺ ഇനി വരാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നം ചൂടോടെ സോൾവ് ചെയ്യാൻ നോക്കുക. ഈ പേഴ്സൺ ഒരു 6 വർഷത്തെ സമയമാണ് നിങ്ങൾക്ക് തരുന്നത്, മനസ്സിലായോ. അപ്പോൾ ഈ 6 വർഷത്തിനുള്ളിൽ നിങ്ങൾ എന്തെങ്കിലും സൊല്യൂഷൻ കണ്ടെത്തി ഈ പേഴ്സന്റെ മീൻസ് തെറ്റ് ചെയ്തിട്ടില്ല എന്നൊരു ബോധത്തോടു കൂടി വരികയാണെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യും.
റീകൺസിലിയേഷന് റെഡിയാണ്. പക്ഷേ ഈ പേഴ്സണായിട്ട് ഒരു ആക്ഷനും എടുക്കില്ല എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. അപ്പം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ പ്രശ്നമുണ്ട്. അത് കഴിഞ്ഞ് നിങ്ങൾ വിട്ട് കളയുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് റിലേഷൻഷിപ്പ് വിട്ട് കളയാം. പക്ഷേ നിങ്ങൾ ആ റിലേഷൻഷിപ്പിൽ മുറുക്ക പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പൊതുജനത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ തമ്മിലൊരു ബന്ധമില്ല, എനിക്ക് ആ പേഴ്സണെ കണ്ടുകൂടാന്നൊക്കെ പറയുമ്പോൾ ഈ പേഴ്സണിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഈ പേഴ്സൺ ഒരു സമയം നിങ്ങൾക്ക് തരുന്നുണ്ട്. നാടകം കളിച്ചോളൂ, ഡ്രാമ കളിച്ചോളൂ, പക്ഷേ ഇതാണ് നിങ്ങളുടെ സമയം. ഇതിനുള്ളിൽ ഈ പേഴ്സൺ തന്നെത്താനെ നിങ്ങൾ ഈ പ്രശ്നം സോൾവ് ചെയ്തില്ലെങ്കിൽ, കാരണം ഈ പേഴ്സണെ തെറ്റ് ഇതിനകത്തൊന്നുമില്ല, നിങ്ങളുടെ തെറ്റിദ്ധാരണയാണെന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ സോൾവ് ചെയ്തില്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് നമുക്ക് വേണ്ടാന്ന് വെക്കാം. പക്ഷേ ഇതാണ് 6 വർഷമാണ് നിങ്ങളുടെ സമയം, അതിനുള്ളിൽ ഇതിനൊരു സൊല്യൂഷൻ കണ്ടോണം എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. ഈ പേഴ്സണായിട്ട് ആക്ഷൻ ഒന്നും എടുക്കില്ല. പക്ഷേ നിങ്ങൾ റീകൺസിലിയേഷന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ പേഴ്സൺ അത് ആക്സെപ്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് അവിടെ? ഇതൊരു കുളമാണല്ലോ. ഓരോരുത്തരുടെ വാശിയും തെറ്റിദ്ധാരണയാണേ. നിങ്ങൾക്കുള്ള ഗൈഡൻസ്, നിങ്ങൾ ഭയങ്കര സ്റ്റബൺ ആണെന്നാണ് പറയുന്നത്. ജീവിതം നശിച്ചു പോയാലും കുഴപ്പമില്ല, എൻ്റെ വാശി ജയിക്കണം, റിലേഷൻഷിപ്പ് പൊക്കോട്ടെ, എനിക്ക് ട്രഡീഷണലൊന്നും നോട്ടം, ഇതാണ് നിങ്ങൾ പറയുന്നത്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കൊരു ജോലിയുള്ള ഒരു എനർജിയാണ് നിങ്ങൾ, സ്ത്രീ ആയാലും പുരുഷനായാലും. നിങ്ങൾക്ക് ജോലി ഉള്ളത് കൊണ്ട് നിങ്ങളുടെ മനസ്സിൽ എനിക്ക് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഉണ്ട്, എനിക്ക് ഒരാളുടെ ആവശ്യമില്ല എന്നൊരു ചിന്ത ഇവിടെ വരുന്നുണ്ട്. മനസ്സിലായോ? ആ ഒരു ഇത് സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ്, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉള്ള ഒരു എനർജി. ട്രഡീഷണൽ എല്ലാം ഇപ്പോഴാണ് എനിക്കൊന്ന് ശ്വാസം നേരെ വിടാൻ പറ്റുന്നത്, ഇപ്പം ഞാൻ ഫ്രീഡം അനുഭവിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇത് ചിലപ്പോൾ ഈ ഇടയ്ക്ക് സെപ്പറേറ്റഡ് ആയിട്ടുള്ള 2 പേരായിരിക്കാം. പക്ഷേ 1 വർഷം 2 വർഷമൊക്കെ കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ ഈ എന്താ പറയുക, എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിലൊക്കെ കയറാൻ നോക്കും. എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ വേറെ തേർഡ് പാർട്ടികളായിട്ട് റിലേഷൻഷിപ്പ് വെക്കാൻ നോക്കും. പക്ഷേ അവരൊന്നും നിങ്ങളെ സീരിയസ് ആയിട്ട് എടുക്കില്ല. കാരണം ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അകന്ന് കഴിയുന്ന ഒരാളാണ്, ഡിവോഴ്സ്ഡ് അല്ല, സെപ്പറേറ്റഡ് ആണ്, അങ്ങനെയുള്ളവരെ മറ്റുള്ളവർ, കാരണം സെപ്പറേറ്റഡ് ആണ് ഡിവോഴ്സ്ഡ് അല്ല എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു കൺഫ്യൂഷനാണ്. നിങ്ങൾ അയാളെ കംപ്ലീറ്റ് ആയിട്ട് വേണ്ടാന്ന് വെച്ചിട്ടില്ല, നിങ്ങൾക്ക് അയാളെ വേണമെന്ന് ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ലീഗലായിട്ട് നിങ്ങൾ ഡിവോഴ്സ്ഡ് ആവാത്തതെന്നൊരു സംശയം വരുമ്പോൾ ആരും നിങ്ങളെ സീരിയസ് ആയിട്ട് എടുക്കില്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇപ്പോഴത്തെ ഈ ഒരു ഹാപ്പിനെസ് നിങ്ങൾ കാര്യമായിട്ട് എടുക്കണ്ട, മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാകുകയാണെങ്കിൽ ഒരു തീരുമാനം എത്രയും പെട്ടെന്ന് എടുക്കുക, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഡിവോഴ്സിലേക്ക് പോവുക എന്നാണ്. ഈ പേഴ്സണായിട്ട് ഡിവോഴ്സ് ഇനീഷ്യേറ്റ് ചെയ്യില്ല. പക്ഷെ നിങ്ങൾ ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞാലും, നിങ്ങൾ റീകൺസിലിയേഷൻ വേണമെന്ന് പറഞ്ഞാലും ഈ പേഴ്സൺ ആക്സെപ്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ആലോചിച്ച് തീരുമാനമെടുക്കുക. ടോറസ്, പൈസീസ്, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ ഈ പേഴ്സണായിട്ട് തിരിച്ചു വരില്ല കേട്ടോ. ഭയങ്കര സ്റ്റബേൺ ആയ ഒരു എനർജിയാണ്. സമയം വൈകും തോറും റിലേഷൻഷിപ്പ് സ്പോയിൽ ആയിക്കൊണ്ടിരിക്കും, അകൽച്ച കൂടി 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 വരും, പിന്നെ അടുക്കാൻ പറ്റാണ്ടേ ആവും. അതുവരെ വെയിറ്റ് ചെയ്യരുതെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഓറക്കൽ മെസ്സേജ് വന്നത്. പോസിറ്റീവായിട്ട് ചിന്തിക്കുക, ക്ഷമയോടെ ചിന്തിക്കുക, പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ കണ്ടെത്തുക, അതിനുശേഷം രണ്ടാമതൊരു തുടക്കമാകാമെന്ന് 2 കാർഡ്സ് ഇവിടെ വന്നത് അതുകൊണ്ടാണ്. 3ാമത്തെ കാർഡിൻ്റെ റീഡിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. 3ാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കൽ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പം 3ാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കൽ മെസ്സേജാണ്. 3ാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കൽ മെസ്സേജസ് ആണിത്. ഭവാനി, 3ാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കൽ മെസ്സേജസ് ആണ്. മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയുള്ള ഓറക്കൽ മെസ്സേജസ് ആണ്. ഷഫിളും കൂടി ചെയ്യാം.
ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് തരണേ ഭഗവാനെ. മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജസ് തരണേ ഭഗവാനെ. ഇതെല്ലാം 2 കാർഡ്സ് വെച്ച് വരുന്നതാണ്. ഈ റീഡിങ്ങിലെല്ലാം 2 കാർഡ്സാണ് വന്നത് ഭഗവാനെ. ഓക്കെ, അപ്പോൾ 2 കാർഡ്സാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഒന്നാമത്തെ കാർഡ്, നിങ്ങൾ വളരെ ടോക്സിക് ആയ ഒരു സിറ്റുവേഷനിലാണ്, ഒരു നാർസിസിസ്റ്റിക് ടെൻഡൻസി ഉള്ള ഒരാളായിട്ടുള്ള റിലേഷൻഷിപ്പിലാണ് നിങ്ങളെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സംസർഗം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലും വളരെയധികം ടോക്സിസിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടോക്സിസിറ്റി നിങ്ങൾ മാറ്റണമെന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം പറയുന്നത്, നിങ്ങളുടെ ഉള്ളിലുള്ള ഈ പേടി, നിങ്ങൾക്ക് ഭയങ്കര ഭയമാണ്. ചിലപ്പോൾ ഈ പേഴ്സൺ നഷ്ടപ്പെട്ടു പോകുമോ, ഈ പേഴ്സൺ ആരുടെ കൂടെയാണ്, എന്താണ് സിറ്റുവേഷൻ, അവരെന്താണ് തീരുമാനിച്ചത്, ഞങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാകും എന്നുള്ള കുറേ ഭയം നിങ്ങളുടെ മനസ്സിലുണ്ട്. അതെല്ലാം മാറണമെങ്കിൽ നിങ്ങൾ കുറച്ച് മനോധൈര്യം വീണ്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നുണ്ട് രണ്ടാമത്തെ കാർഡ് കേട്ടോ. അപ്പോൾ വളരെ ടോക്സിക്കായി, നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു ടോക്സിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റുവേഷൻ ഭയങ്കര വീക്കായി പോകും. നമ്മൾ ഒരു ടോക്സിക് സിറ്റുവേഷനിൽ നമ്മൾ കയറി കഴിയുമ്പോൾ നമ്മൾ മൊത്തത്തിൽ നമ്മളുടെ സ്പിരിച്വൽ ആയിട്ടുള്ളതും ഭൗതികവുമായിട്ടുള്ള ജീവിതം വളരെ വീക്കാവും. നമ്മളെ ആർക്കും വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും തട്ടാം, പന്ത് തട്ടുന്ന പോലെ തട്ടാവുന്ന സിറ്റുവേഷനാവും. അത് നമുക്ക് ബുദ്ധിമുട്ടാവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ജസ്റ്റിസ് കാർഡ്, ഒരു ഡിവോഴ്സ് നടക്കാൻ പോകുന്നുണ്ട്, ഇതൊരു കേസ് നടക്കുന്ന പോലെയാണ് കാണിക്കുന്നത്. ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ ലീഗൽ സിറ്റുവേഷൻ, ഒരു കേസ്, ഒരു കോടതി, ജയില്, അതൊക്കെയാണ് കാണിക്കുന്നത്. ഒരു ജപ്തി, അതെല്ലാമാണ് കാണിക്കുന്നത്. ലീബ്ര സോഡിയാക് സൈൻ ആണത്. ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. 4 കാർഡ്സ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, വളരെ സ്റ്റബേൺ ആയിട്ടുള്ള ഒരു എനർജി, ആക്ഷൻ, മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഒരു എനർജി, ഇത് എന്ത് വന്നാലും ഇവിടെ ഒരു ഡിവോഴ്സ് അത്യാവശ്യമാണ്, ഞാൻ ഇതിന് അപ്പുറം വേറൊരു സംസാരത്തിന് റെഡി അല്ല എന്ന് വളരെ വളരെ സ്ട്രോങ് ആയിട്ടൊരു എനർജി ഇവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ എന്തായാലും ഡിവോഴ്സ് നടന്നേ പറ്റുള്ളൂ എന്ന് ഒരു എനർജി ആഗ്രഹിക്കുന്നു. മറ്റേ എനർജി ഡിവോഴ്സിന് ഏറ്റവും അധികം ഡിവോഴ്സ് വേണ്ട, ഒരാൾ ഡിവോഴ്സ് വേണ്ട എന്ന് സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്ന, ഒരാൾ ഡിവോഴ്സ് കിട്ടിയേ പറ്റുള്ളൂ എന്ന് സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡിവോഴ്സ് വേണ്ടാന്ന് ആഗ്രഹിക്കുന്ന ആളുമായിട്ടൊരു ചർച്ചയ്ക്ക് പോലും മറ്റേ ആൾ റെഡി അല്ല എന്നാണ് പറയുന്നത്. ഇവിടെ ക്യാൻസർ, ലീബ്ര 2 സോഡിയാക് സൈൻ ആണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. നിങ്ങൾ ആരാണ് ഡിവോഴ്സ് വേണമെന്ന് ആഗ്രഹിക്കുന്നത് എന്നറിയില്ല. എന്തായാലും നിങ്ങളുടെ പേഴ്സണിന്റെ ഇപ്പോഴത്തെ എനർജി എന്താണെന്ന് നോക്കാം. അപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് ഇത്രയും വഷളായത്. ഒരു പ്രാവശ്യം കൂടെ ഷഫിൾ ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സണിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഭയങ്കര ഡിസപ്പോയിൻമെന്റ് ഉണ്ട് ഈ പേഴ്സണ്, ഭയങ്കരമായ ഡിസപ്പോയിൻമെന്റ്. ഈ പേഴ്സന്റെ ഈഗോ എല്ലാം നഷ്ടപ്പെട്ടു. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സണിന്റെ ലൈഫിലാണ് തേർഡ് പാർട്ടി ഉള്ളത് അല്ലേ. അപ്പം നിങ്ങളാണ് ഈ ഡിവോഴ്സിന് ട്രൈ ചെയ്യുന്നത്, നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് വേണ്ട എന്ന് തീരുമാനിച്ചു. ഈ പേഴ്സൺ കുറച്ചൊരു അഹങ്കാരം ഉണ്ടായിരുന്നു, വളരെയധികം ഈഗോ ഉള്ള ഒരു എനർജിയാണ്. അതുപോലെ തന്നെ ഈ പേഴ്സണ് തേർഡ് പാർട്ടി കണക്ഷൻ എപ്പോഴും ലൈഫിലുള്ള ഒരാളാണ്. അപ്പോൾ കമ്മിറ്റ്മെന്റ് തരാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ്. ഈ കമ്മിറ്റ്മെന്റ് കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ വിവാഹ ജീവിതത്തിലേക്കും ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലേക്കും കയറുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാവുക. കാരണം ഇവരുടെ ബേസിക് ട്രേറ്റ് എന്ന് പറഞ്ഞാൽ കമ്മിറ്റ് ചെയ്യാൻ പറ്റില്ല, ഒരാളിൽ ഒതുങ്ങാൻ പറ്റില്ല അവർക്ക്, മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴാണ് വിവാഹ ജീവിതം കുറേ പ്രശ്നങ്ങളാവുന്നത്. അപ്പോൾ ഈ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിങ്ങളെ സ്നേഹമായിരുന്നു, നിങ്ങളുമായിട്ട് ചിലപ്പോൾ ഇതൊരു അറേഞ്ച് മാരേജ് ആയിരിക്കാം. പക്ഷേ ഇവിടെ ഈ പേഴ്സൺ ഒരിക്കലും അപ്പം ലവ് മാരേജിൽ നിന്നും വേണ്ട എന്ന് വെച്ചാൽ ലവ് മാരേജിലൊന്നും പെടാതെ നിന്നപ്പോഴാണ് ഒരു അറേഞ്ച് മാരേജ് ഒത്തു വന്നത്.
അപ്പൊ ഈ പേഴ്സൺ പൊതുവെ കമ്മിറ്റ്മെന്റ് കൊടുക്കാത്ത ഒരു എനർജിയാണ്. മനസ്സിലായോ? പേഴ്സൺ മാക്സിമം ട്രൈ ചെയ്തു നിങ്ങളുമായിട്ട് ഒതുങ്ങി ജീവിക്കാൻ, പക്ഷെ പറ്റുന്നില്ല. അപ്പൊ ഈ പേഴ്സൺ പറയുന്നത് എനിക്ക് ഒരു കമ്മിറ്റഡ് ആയ ഒരു സിറ്റുവേഷനിൽ ജീവിക്കാൻ പറ്റില്ല. അപ്പൊ അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുകയാണെന്നാണ് ഈ പേഴ്സൺ ആരെയും നിസ്വാർത്ഥമായിട്ട് സ്നേഹിക്കാൻ പറ്റില്ല, നിസ്വാർത്ഥമായിട്ട് സഹായിക്കാൻ പറ്റില്ല. ഈ പേഴ്സന്റെ ക്യാരക്ടർ അതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ പേഴ്സൺ ഈ സിറ്റുവേഷൻ ആക്സെപ്റ്റ് ചെയ്യുകയാണെന്നാണ് പറയുന്നത്. എൻ്റെ സ്വഭാവം ഇതാണ്, എനിക്ക് ഇതിന് മാറാൻ പറ്റില്ല എന്നാണ് ഈ പേഴ്സൺ പറയുന്നത് നിങ്ങളോട്. കേട്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളോടുള്ള ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണെന്ന് നോക്കാം. ഈ പേഴ്സണ് നിങ്ങളോട് ഇപ്പൊ എന്താണ് ഫീലിങ്സ്? ഈ പേഴ്സണൽ റിഗ്രറ്റ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. നിങ്ങളുടെ റിലേഷൻഷിപ്പ്, നിങ്ങളുമായിട്ടൊരു റിലേഷൻഷിപ്പ് നിങ്ങൾ അറിയാതെയാണല്ലോ ഇതിനകത്ത് കയറിയത്, അല്ലേ? അപ്പൊ നിങ്ങളുമായിട്ടൊരു റിലേഷൻഷിപ്പ് വന്നിട്ട് അത് കമ്മിറ്റ്മെന്റിലേക്ക് പോകാതിരുന്നതിൽ ഈ പേഴ്സണ് ഭയങ്കര സങ്കടമുണ്ട്. പക്ഷെ അതോർത്ത് ഈ പേഴ്സൺ കരയുന്നൊന്നുമില്ല. മനസ്സിലായി? ഇതിപ്പോ അവസാനിച്ചു, അത് കുഴപ്പമില്ല, എന്തായാലും ലോങ് ടേം ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല, ലോങ് ടേം ഞാൻ പ്ലാൻ ചെയ്തിരുന്നെങ്കിലും അത് നടക്കാൻ പോകുന്നില്ല എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഈ റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു വരാം എന്നൊരു ചിന്ത മനസ്സിൽ എവിടെയോ ഉണ്ട്. കാരണം ഈ പേഴ്സൺ അറിയാം ആരെ വിവാഹം കഴിച്ചാലും ഇത് തന്നെയാണ് സിറ്റുവേഷൻ. ഈ പേഴ്സൺ ആരോട് കമ്മിറ്റഡ് ആവില്ല. അപ്പൊ ഈ പേഴ്സന്റെ സ്വഭാവത്തിനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ ഈ പേഴ്സൺ സെറ്റിൽ ഡൗൺ ചെയ്യും. മനസ്സിലായി? അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതേസമയം ഈ തേർഡ് പാർട്ടിയെ ഉപേക്ഷിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഇല്ല. ഈ പേഴ്സന്റെ ജീവിതത്തിൽ പല തേർഡ് പാർട്ടികൾ, പല സ്റ്റേജസിൽ പല തേർഡ് പാർട്ടികൾ വന്നും പോയി ഇരിക്കുന്ന ഒരു എനർജിയാണ്. ഈ പേഴ്സൺ ഒരു തേർഡ് പാർട്ടിയെ വേണ്ടാന്ന് തോന്നുമ്പോൾ ആ തേർഡ് പാർട്ടി ഉപേക്ഷിച്ച് വേറൊരു തേർഡ് പാർട്ടി അപ്പോഴേക്കും വന്ന് കയറും. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പൊ സ്ഥിരതയില്ല. മനസ്സിലായോ? അപ്പൊ പേരിനൊരു ഭാര്യ അല്ലെങ്കിൽ പേരിനൊരു ഭർത്താവ് എന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ ജീവിതത്തിൽ വേറെ ആളുകൾ സ്ഥിരമായിട്ട് പലരും വന്ന് കയറും. അത് ആ പേഴ്സന്റെ ഒരു സ്വഭാവമാണ്. അപ്പൊ അത് ആക്സെപ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ പേഴ്സണുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, പേഴ്സൺ ആ റിസ്ക് എടുക്കാൻ റെഡി ആണെന്നാണ് പറയുന്നത്. പക്ഷെ ഈ പേഴ്സണ് കമ്മിറ്റ്മെന്റ് പറ്റില്ല എന്നാണ് ഈ പേഴ്സൺ നിങ്ങളോട് പറയുന്നത്. ക്യാൻസർ, അക്വയറീസ്, ഏറീസ്, ഇത്രയാണ് പറയുന്നത്. തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് വിട്ടൊരു കളിയില്ല എന്നാണ് ഈ പേഴ്സൺ. പക്ഷെ ഈ തേർഡ് പാർട്ടി ഇപ്പൊ നിങ്ങൾ അറിഞ്ഞിട്ടുള്ള ഒരു തേർഡ് പാർട്ടി, ആ തേർഡ് പാർട്ടി ആ പേഴ്സണ് ഒരു തേർഡ് പാർട്ടിയും അല്ലെങ്കിൽ നിങ്ങളും ഈ പേഴ്സണ് ഇമ്പോർട്ടൻ്റ് അല്ല എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കേട്ടോ? അപ്പോൾ ഒരു തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ടല്ല നിങ്ങൾ ഉപേക്ഷിക്കുന്നത്. ആ തേർഡ് പാർട്ടികളുടെ ആടുള്ള ഈ പേഴ്സന്റെ ഫീലിങ്സ് കൊണ്ടാണ് ഈ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ കമ്മിറ്റഡ് തരാത്തത്. കാരണം ഈ പേഴ്സൺ ഒരാളിൽ ഒതുങ്ങാൻ പറ്റില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി ഈ പേഴ്സണൽ ലൈഫിൽ എപ്പോഴും ഉണ്ടാവും. അത് ഒരേ തേർഡ് പാർട്ടി തന്നെ ആയിരിക്കില്ല ലൈഫ് ലോങ്ങിലും. ഒരെണ്ണം പോയി വേറെണ്ണം വന്നു, വേറെണ്ണം പോയി വേറെണ്ണം വന്നു, അങ്ങനത്തെ ഒരു ഇതാണ്. ഒരേ സമയം 2-3 തേർഡ് പാർട്ടികൾ ഉണ്ടാവും പേഴ്സണൽ ലൈഫിൽ. അങ്ങനത്തെ ഒരു എനർജിയാണിത്. ഈ പേഴ്സൺ അതൊന്നും ചെയ്യാൻ പറ്റില്ല. പേഴ്സണൽ സ്വഭാവം അങ്ങനെയാണ്. അപ്പോൾ എന്തെങ്കിലും ആക്ഷൻ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന് വേണ്ടി പേഴ്സൺ എടുക്കുമോ? നമുക്ക് നോക്കാം. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഏതൊരു ലീഗൽ സിറ്റുവേഷൻ ആണോ ഇത്? അങ്ങനെയാണെങ്കിൽ ഈ പേഴ്സണിന് ഡിവോഴ്സിലേക്ക് നിങ്ങൾ പോവുകയാണ്. അപ്പോൾ ഈ പേഴ്സൺ പറയുന്നത് ഡിവോഴ്സ് ചെയ്യാതിരിക്കണമെങ്കിലും ഒക്കെ കുഴപ്പമില്ല എന്നാണ്. ഡിവോഴ്സ് വേണം എന്ന് ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞു എനിക്ക് നിങ്ങളുമായിട്ട് ജീവിക്കാൻ പറ്റില്ല, ഈ സ്വഭാവം വെച്ച് എനിക്ക് നിങ്ങളോട് ജീവിക്കാൻ പറ്റില്ല എന്നായിരിക്കും നിങ്ങൾ ഈ പേഴ്സണോട് പറഞ്ഞേക്കുന്നത്. ഈ പേഴ്സൺ ഡിവോഴ്സിന് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ ഈ പേഴ്സന്റെ ഈ സ്വഭാവം ഈ പേഴ്സൺ മാറ്റില്ല. അതിനർത്ഥം നിങ്ങൾക്ക് ഈ പേഴ്സണോട് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് ഡിവോഴ്സ് വേണം എന്നതാണ് സിറ്റുവേഷൻ. പക്ഷെ മനസ്സുകൊണ്ട് ഈ പേഴ്സൺ ഡിവോഴ്സിന് ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്. റിലേഷൻഷിപ്പ് കണ്ടിന്യൂ, പക്ഷെ അത് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോട്ടെ. കാരണം നിങ്ങളോട് ഡിവോഴ്സ് ചെയ്യരുതെന്ന് ഈ പേഴ്സൺ പറഞ്ഞാൽ അതൊരു കമ്മിറ്റ്മെന്റ് ആയിട്ട് മാറും. അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് ചെന്ന് കയറാൻ ആഗ്രഹിക്കാത്തൊരു എനർജിയാണ്, കുറച്ച് കള്ളത്തരമുള്ള എനർജിയാണ്. അപ്പോൾ ഈ പേഴ്സൺ സ്വകാര്യമായിട്ട് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു ഡിവോഴ്സിലേക്ക് പോകാൻ ആഗ്രഹിക്കാത്ത ഒരു എനർജിയാണ്. പക്ഷെ ഒരിക്കലും നിങ്ങളോട് ഇത് പറയില്ല എന്നത് വളരെ
നിർബന്ധമുള്ള എനർജിയാണത്. കാരണം അതൊരു കമ്മിറ്റ്മെൻ്റ് ആയിട്ട് മാറും. അപ്പോൾ അതാണ് ഈ പേഴ്സൻ്റെ സിറ്റുവേഷൻ. സ്കോർപ്പിയോ ക്യാൻസർ ആണ് ഇവിടെ കാണിക്കുന്നത്. ഒരാക്ഷനും എടുക്കില്ല. ആക്ഷൻ നിങ്ങൾ എടുക്കും, ഈ പേഴ്സൺ അതിൻ്റെ കൂടെ നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിപ്പോൾ ഡിവോഴ്സ് വേണ്ട, നമുക്ക് ഇങ്ങനെയൊക്കെ തന്നെ മുമ്പോട്ട് പോകാം, അതും ഈ പേഴ്സൺ ഫൈനാണ്. പക്ഷേ പേഴ്സൻ്റെ സ്വഭാവം മാറ്റാൻ പറ്റില്ല. അതാണ് രസം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് അവിടെ ഭഗവാനെ? നിങ്ങളോട് യൂണിവേഴ്സ് എന്താണ് പറയുന്നത്? യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്ന ഈ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് എപ്പോഴും പേടിയായിരിക്കും. ഇതൊരു ജെമിനായി സോഡിയാക് സൈനും ലിയോ ഇവിടെ കാണിക്കുന്നത് കൺകെട്ട് വിദ്യക്കാരൻ്റെ ഒരു റിലേഷൻഷിപ്പാണിത്. എപ്പോഴും നിങ്ങൾക്ക് സംശയം, ഹാപ്പിനെസ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് സന്തോഷിക്കാൻ നിങ്ങൾക്ക് പേടിയാവും. ഈ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്താലും, നിങ്ങളുടെ കൂടെ ഉണ്ടായാലും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഈ പേഴ്സണ്. നിങ്ങൾക്ക് ഈ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരു ഹാപ്പിനെസ് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. എപ്പോഴും ടെൻഷനായിരിക്കും. കാരണം ഈ പേഴ്സണ് പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഈ പേഴ്സൺ നിങ്ങളോട് പറയുന്ന കാര്യമെല്ലാം നുണയായിരിക്കും. അത് നിങ്ങൾക്ക് മനസ്സിലറിയാം. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ വെറുതെ നുണ പറയാണെന്നൊരു ചിന്ത വരും. മനസ്സിലായോ? അങ്ങനത്തെ. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഇതുകൊണ്ട് പണത്തിന്റെ കുറേ നഷ്ടമുണ്ടാവും. ഈ പേഴ്സണായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഈ പേഴ്സൺ ഉണ്ടെങ്കിലും നിങ്ങളുടെ കാര്യങ്ങളും, നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ കണ്ടെത്തേണ്ടി വരും. അതിനുള്ള പണം ഈ പേഴ്സണായിട്ട് അതിനുവേണ്ടി ഒന്നും ചെലവാക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക ഈ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വേണോ വേണ്ടത്. കാരണം നിങ്ങൾ ഡിവോഴ്സിന് തീരുമാനിച്ചെങ്കിലും നിങ്ങൾ ഈ റീഡിങ് കാണുന്നുണ്ട്. അപ്പോൾ പേഴ്സൺ ഇപ്പോഴത്തെ എന്താ പറയുക, ഫീലിങ്സ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. അതിനർത്ഥം നിങ്ങൾക്ക് ഇപ്പോഴും ഇൻട്രസ്റ്റ് ഉണ്ടെന്ന്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്ക് ഇങ്ങനെ പേടിച്ച് ജീവിതം മുഴുവൻ ഈ പേഴ്സൻ്റെ കൂടെ ജീവിച്ച് തീർക്കണോ, അതോ ഈ പേഴ്സണുമായിട്ടുള്ള ലൈഫ് സെപ്പറേറ്റ് ആക്കിയിട്ട് വേറെ ഏതെങ്കിലും റിലേഷൻഷിപ്പിലേക്ക് പോകണമോ എന്ന കാര്യം നിങ്ങൾ തീരുമാനിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, ഇതാണ് സിറ്റുവേഷൻ. ജെമിനായി, ലിയോ, ഭവാനി, സ്കോർപ്പിയോ, ക്യാൻസർ, പൈസസ്, അക്വാരിയസ്, ഏരീസ്, ക്യാൻസർ, ലിയോ, ഇത് ക്യാൻസർ, ലിബ്ര. ഇതാണ് ഫൈനൽ റീഡിംഗ്. ഇതോടുകൂടി ഞാൻ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ എൻ്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആരോഗ്യവും സന്തോഷവും അനുഗ്രഹിച്ച് തന്ന് അനുഗ്രഹിക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വാക്കുകൾ ഇടയ്ക്ക് കൺഫ്യൂസ്ഡ് ആകുന്നു. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം. ടേക്ക് കെയർ. ബൈ ബൈ.